Good morning. Good morning, ma'am. 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 Good morning, miss. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ. നമ്മുടെ ഹോസ്പിറ്റൽസിന് 6 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സൈസിന്റെ ബേസിൽ, നെക്സ്റ്റ് ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ, പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ, ഓണർഷിപ്പിന്റെ ബേസിൽ, സിസ്റ്റം ഓഫ് മെഡിസിൻ, ദെൻ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ 6ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്തതാണ്. സൈസിന്റെ ബേസിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 3ആയിട്ട്. സ്മോൾ ഹോസ്പിറ്റൽസ്, അവിടെ വെച്ചാൽ 30 താഴെ ബെഡ് ആയിരിക്കും ഉണ്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ ലിമിറ്റഡ് റിസോഴ്സസ് ഒക്കെ ആയിരിക്കും. ദെൻ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് 30 to 100 ബെഡ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫെസിലിറ്റി എവിടെ ഉണ്ടാവും, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും. ദെൻ ലാർജ് ഹോസ്പിറ്റൽസ് ആണ് പിന്നെ പറഞ്ഞത്. ലാർജ് ഹോസ്പിറ്റൽസ് നമുക്ക് 100 അതിൽ കൂടുതലോ പേഷ്യൻസിന് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല എന്താ പറയാ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ഏതിന്റെ കീഴിൽ വരും, ഈ ലാർജ് ഹോസ്പിറ്റൽസിന്റെ കീഴിലാണ് വരുന്നത്. അതേപോലെ തന്നെ ലാർജ് റിസോഴ്സസ് ആയിരിക്കും അവിടെ അവൈലബിൾ. ഇപ്പൊ എന്താ പറയുക, എക്യുപ്മെന്റ്സിന്റെ കാര്യമാവട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും എന്താണ് കൂടുതലായിട്ട് അവിടെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, ലാർജ് ഹോസ്പിറ്റൽസിന് പറ്റും എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞതാണ് ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിന് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേർഷ്യറി കെയർ എന്ന് പറഞ്ഞു. പ്രൈമറി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് മാത്രം ഉണ്ടാവുള്ളൂ, പേഷ്യന്റ് കൺസൾട്ടേഷൻ മാത്രം ഉണ്ടാവുള്ളൂ, ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ മാത്രം ഉണ്ടാവാറുള്ളൂ. കിടത്തി ചികിത്സകളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഉണ്ടല്ലോ, പഞ്ചായത്തിലെ പബ്ലിക് ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞതാണ് സെക്കൻഡറി കെയർ. ഇവിടെ വരുമ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അതേപോലെ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഏതിന് വരും, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിൽ വരും. പ്രൈമറി കെയറിനേക്കാളും കുറച്ചും കൂടി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും ഇവിടെ സെക്കൻഡറി കെയറിൽ. ദെൻ ലാസ്റ്റ് പറഞ്ഞതാണ് ടെർഷ്യറി കെയർ എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് ഏതാണ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ഒക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താ ഫീൽഡുകൾ ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, അത്യാവശ്യം ഫെസിലിറ്റീസും എന്താ പറയാ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ അഡ്വാൻസ്ഡ് ലെവൽ റിസോഴ്സസ് അതേപോലെ തന്നെ ടെക്നോളജി ഒക്കെ ആയിരിക്കും എവിടെ യൂസ് ചെയ്യുന്നത്, ടെർഷ്യറി കെയറിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിലാണ്. നമ്മുടെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി അതേപോലെ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റൊരു അസുഖത്തിന് മാത്രം അവര് എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ, ചികിത്സ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്, ഏതാണ് എക്സാമ്പിൾ പറഞ്ഞത്, കാർഡിയാക് ഹോസ്പിറ്റൽസ്, ഓങ്കോ ഹോസ്പിറ്റൽസ് ഒക്കെ ഒറ്റൊരു സർവീസ് മാത്രമാണ് പ്രൊവൈഡ് ഉള്ളൂ, അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ആണ് പറഞ്ഞത്. ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി സർവീസ് അവർ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഇനി നമ്മൾ അത് കഴിഞ്ഞപ്പോ ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന് 2 ക്ലാസിഫിക്കേഷൻ എടുത്ത് പറഞ്ഞു. പബ്ലിക് ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് പബ്ലിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, മുനിസിപ്പൽ ഹോസ്പിറ്റൽ, PSU ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസിന്റെ കീഴിൽ വന്ന ഹോസ്പിറ്റൽസിനെയാണ് പബ്ലിക് എന്താ പറയുക PSU ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസോ പ്രൈവറ്റ് ഓർഗനൈസേഷൻസോ എന്ത് ചെയ്യണായിരിക്കും, മാനേജ് കൺട്രോൾ ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ചില ഹോസ്പിറ്റൽസ് പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രോഫിറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ബിസിനസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്. അതേപോലെ ഇൻഡിവിജ്വൽ മാത്രം ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽസ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു ബിസിനസ് ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ
പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയും. ദെൻ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയുടെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയും? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയും. പിന്നെ പറഞ്ഞതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്ന് വെച്ചാൽ വല്ല NGOയുടെയോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ എന്താ പറയാ കീഴിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെ എന്നാണ് എന്ത് പറയാ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അലോപ്പതി ഹോസ്പിറ്റൽ, ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദിക് ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ. നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന മെഡിസിൻസിന്റെ ബേസിലാണ് ഇത്രയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞതാണ് ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസും ലോങ് സ്റ്റേ ഹോസ്പിറ്റലും. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ ആ ഹോസ്പിറ്റൽ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയും. എത്രയാണ്? 1 to 20 ഡേയ്സ് ആണെങ്കിൽ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയും. ദെൻ എന്താ പറയാ, 1 വർഷത്തേക്കോ അല്ലെങ്കിൽ മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളോ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് എന്ത് പറയുന്നത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഹോസ്പിറ്റൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ് മെന്റൽ ഹോസ്പിറ്റൽ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. പിന്നെ കുറച്ച് അബ്രിവേഷൻസ് നോക്കി, നമ്മ ഫുൾ ഫോംസ് നോക്കി. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ഇനി പറയാൻ പാടില്ല ഡൗട്ട് ഉണ്ടെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാട്ടാ. ഞാൻ മ്യൂട്ട് ഓൺ ആക്കാം, അല്ലെങ്കിൽ വേണ്ട മ്യൂട്ട് ഓൺ ആക്കണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം, എന്നിട്ട് അവർ ചോദിക്കാട്ടാ. ബാക്കി എല്ലാവരും മ്യൂട്ട് എന്ത് ചെയ്യാ? അൺമ്യൂട്ട് ചെയ്തിരിക്കാട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടാ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ പേര് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അവരെ വിളിച്ചോളാം. ഓക്കെ, ആർക്കൊന്നും ഡൗട്ട് ഇല്ലേ? ആരാണ്? സുഷ്മയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് ഒന്ന് വായിക്കാനായിട്ട് ടൈം തരാം. ചാപ്റ്റർ നമ്മ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, വേഗം കേട്ടോ. ഡൗട്ട് ഇല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാട്ടോ. അടുത്ത ചാപ്റ്റർ ആണ് 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ്. നമ്മുടെ ചാപ്റ്റർ 5 പേരാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഡൗട്ടാണ് ചോദിച്ചത് ജോബി? യെസ്. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു റെയർ ഡിസീസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറിൽ കൂടെ പകരുന്ന ഡിസീസിനെ കുറിച്ചിട്ടുള്ള ഇതാണ് പറഞ്ഞിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ അബ്രിവേഷനിൽ ഡൗട്ട് വരാത്ത കാര്യമില്ല, കാരണം
ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ മൊത്തം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് ഈ ഓരോ എക്സ്പ്ലനേഷനും എടുത്ത് നമ്മ പഠിക്കും കേട്ടോ. ഇപ്പൊ ഫുൾ ഫോം മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു ഫുൾ ഫോം മാത്രം പഠിച്ചു വെക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും ഓരോ ഫുൾ ഫോമും അതേപോലെ അതിന്റെ ഡീറ്റെയിൽസും ഒരു ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത് ചാപ്റ്റർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ്. നമ്മൾ വലിയൊരു ഹോസ്പിറ്റൽസിലൊക്കെ നോക്കുമ്പോൾ എന്താണ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമുക്ക് തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകാൻ നമുക്ക് ഡൗട്ട് ആയിരിക്കും. ഏതാണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഓരോ ബോർഡൊക്കെ വായിച്ചായിരിക്കും പോകാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഹോസ്പിറ്റലിനകത്ത് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ അകത്തുള്ള ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചാണ്. ഹോസ്പിറ്റൽസിന്റെ അകത്തുള്ള ഡിപ്പാർട്ട്മെന്റ്സ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ ഒരു കറക്റ്റ് രീതിയിലാണ് അത് എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണോണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും പ്രോപ്പർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ അകത്ത് എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എത്രയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഫുൾ ഫോമുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ നോട്ട്ബുക്കിന്റെ അടുത്ത നോട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ബുക്ക് കയ്യിലുള്ളവര് അതെടുത്ത് എഴുതി വെക്കാം. ചിലതിന്റെ ഒക്കെ ഷോർട്ട് ഫോംസ് ആണ് ഇവിടെ പറയുന്നത്. ഫുൾ ഫോം ഞാൻ പറഞ്ഞു തരുമ്പോ അത് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. OPD. എന്താണ് OPD? എവിടെയോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഔട്ട് പേഷ്യന്റ് എന്ന്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും എഴുതി വെക്കുക. OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നാണ് എന്താ പറയാ ജസ്റ്റ് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കൺസൾട്ട് ചെയ്യുക, അതിന് മരുന്ന് വാങ്ങിയിട്ട് തിരിച്ചു പോകാം. ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരു എന്താ പറയാ വർക്കിംഗ് അവേഴ്സ് മാത്രമേ നമ്മൾ ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുള്ളൂ, സ്റ്റേ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് എന്താണോ ആവശ്യം, ആ ട്രീറ്റ്മെന്റ് ആവശ്യം, അതിന് പോകാൻ കൺസൾട്ട് ചെയ്യുക, തിരിച്ചു പോരാ. ഇതാണ് ഇവിടെ നടക്കുന്നത് OP ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. OP ഡിപ്പാർട്ട്മെന്റ്. OP എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ, OP ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമതാണ് IP ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്. എന്താ പറയുന്നത്? IPD പറയുന്നത് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ അതൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കണം കേട്ടോ. ഇതൊക്കെ OPD എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. IPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. IP ഡിപ്പാർട്ട്മെന്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കണേ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് സ്റ്റേ ചെയ്യാന്ന് വിചാരിക്കും. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്ത് സർജറിയുടെ ടേക്ക് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാറുണ്ട്. ഇനി ആക്സിഡന്റ് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്ത് സ്റ്റേ ചെയ്യാറുണ്ട്. ഇവരുടെ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈം ഒന്നിൽ കൂടുതൽ ദിവസം അവരെന്തുണ്ടാവും ആ ഹോസ്പിറ്റലിന്റെ അകത്ത് സ്റ്റേ ചെയ്യാറുണ്ട്. ഇവരെയാണ് നമ്മൾ എന്ത് പറയണത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത് പറഞ്ഞത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നോക്കാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്തിനു വേണ്ടി തന്നെയാണ്? കൺസൾട്ടേഷന് വേണ്ടി മാത്രം തന്നെയാണ്. കൺസൾട്ട് ചെയ്യും, അവർക്ക് എന്താണോ അസുഖം അതിനാവശ്യമുള്ള ട്രീറ്റ്മെന്റ് എടുക്കും. ദെൻ അവരെന്ത് ചെയ്യും? ആ ഒരു ദിവസം എന്ത് ചെയ്യണേക്കാൾ മുമ്പായിട്ട് ഹോസ്പിറ്റലിൽ വിട്ട് പോകും. നോട്ട് ഫോർ അഡ്മിഷൻ. നമ്മൾ അഡ്മിഷൻ എടുത്ത പേഷ്യൻസ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ക്ലാസിഫിക്കേഷൻ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്.
തെറാപ്പിക് അതിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സോറി 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തെറാപ്പിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്, ഇൻഫോർമേറ്റീവ്. എന്തൊക്കെയാണ്? തെറാപ്പിക്, ജനറൽ, ഡയഗ്നോസിസ്, ഇൻഫോർമേറ്റീവ്. ഈ തെറാപ്പിക് ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർഡറിൽ പഠിക്കാം. തെറാപ്പിക് ഡിപ്പാർട്ട്മെന്റിലാണ് പറയുന്നത് ഫാർമസി. എന്താ ഫാർമസി? നമ്മൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് മരുന്ന് കളക്ട് ചെയ്യുന്നത്? നമ്മൾ ആ ചീട്ട് കൊണ്ടുവന്ന് ഫാർമസി കൊടുക്കുമ്പോഴാണ് നമ്മൾ ഫാർമസിന്നാണ് ഇത് തരുന്നത്, മെഡിസിൻസ് തരുന്നത്. അപ്പൊ അതാണ് ഫാർമസി. നമ്മൾ മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാർമസി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫിസിയോതെറാപ്പി. എന്താ ഫിസിയോതെറാപ്പി? നമ്മുടെ മസിൽസിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജോയിന്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്? ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. ചില നമ്മുടെ കയ്യിലോ കാലോ ഒക്കെ എന്തെങ്കിലും തളർച്ചയെ അല്ലെങ്കിൽ ബലക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കാറുണ്ട്? ഫിസിയോതെറാപ്പി എടുക്കാറുണ്ട്. നമ്മുടെ മസിൽസിന് അതേപോലെ തന്നെ മസാജ് അങ്ങനത്തെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ? ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഇനി ഡയബറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഡയബറ്റിക് കൺസേൺ വിത്ത് ഡയബറ്റിക് അല്ല കേട്ടോ, ഡയറ്റിക് ഡിപ്പാർട്ട്മെന്റ്, ഡയറ്റ്. ഒരു പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ മുമ്പ് നമ്മളോട് ഡോക്ടർമാർ എന്ത് പറയും? ഇന്ന കാര്യങ്ങള് ഫോളോ ചെയ്യണം. ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽസിലും എന്തുണ്ട്? ഡയറ്റിക് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ എന്താ പറയാ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഓപ്പറേഷന് മുമ്പായിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഷുഗർ ഒക്കെ കൂടുതലാണ്, നമ്മൾ എന്തെങ്കിലും ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യുമ്പോൾ പറയും ഡയറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടറിനോട് കാര്യങ്ങൾ ചോദിക്കും, എന്താ ഡയറ്റ് ഫോളോ ചെയ്യാനാണ് നമ്മളോട് പറയാം. അപ്പൊ അവരെന്താ പറയുന്നത് വെച്ചാല് നമ്മള് രാവിലെ ഇന്ന ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ എക്സസൈസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ചാർട്ട് ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യും. ഇൻഫർമേഷൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഏതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ? തെറാപ്പിക് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു. അതില് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്റിക് 3 കേട്ടോ. അപ്പൊ 3 കിട്ടിയല്ല എല്ലാവർക്കും? ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിലെ ബാക്കിൽ പഠിക്കേണ്ട ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ജനറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ ഇതേപോലെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നോക്കാം. CSST. എന്താണ് CSST? സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ എല്ലാ എക്വിപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്തിരിക്കണം? സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് വാഷ് ചെയ്ത് ഓക്കെ കേട്ടോ, ഒരു മിനിറ്റ്. എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്? ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ട് എല്ലാവർക്കും? ഓക്കെ, എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ വീട്ടിലെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് മാറിക്കൊന്ന് നോക്കട്ടോ. റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. പുതിയതായിട്ട് കയറിയ കുട്ടി ഇത് പുതിയൊരു ചാപ്റ്റർ ആണ് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, പോലെ ക്ലാസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് വിചാരിക്കണം. എനിക്ക് മുമ്പത്തെ ക്ലാസ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാം. ഓക്കെ, നോക്കാം. CSST എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഏത് വർഷോട്ട ഫുൾ ഫോം? എന്താണ് CSST? സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ അകത്ത് ഒരുപാട് ടൂൾസ് ഒക്കെ ഉണ്ട്. ടൂൾസ് അതേപോലെ അവർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? അതിലൊക്കെ അണുക്കൾ അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ ജേർമ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ടൂൾസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവർ ഓരോ രീതിയിലാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഹൗസ് കീപ്പിംഗ് ആണ്. നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ അകത്ത് നമുക്ക് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, വലിയ വലിയ ഹോസ്പിറ്റൽസിന്റെ അകത്ത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. ഹൗസ് കീപ്പിംഗ്
നമ്മുടെ ഹോസ്പിറ്റൽ പ്രോപ്പർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് എന്താ പറയാ നല്ല വൃത്തിയോടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവരാണ്, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം ഒരു ഏരിയയാണ് കിച്ചൺ. പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ലോണ്ട്രി, ഇനി നമ്മുടെ എന്താ പറയാ ബെഡ്ഷീറ്റ്, അതേപോലെ തന്നെ പില്ലോ കവർ, അങ്ങനത്തെ എന്താ പറയാ മെറ്റീരിയൽസ് ഒക്കെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏതാണ്? ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ്. സെക്യൂരിറ്റി, ഇനി നമ്മുടെ ഹോസ്പിറ്റൽസിനകത്ത് സെക്യൂരിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ, ട്രാൻസ്പോർട്ടിന്റെ കാര്യങ്ങൾ, അതേപോലെ എല്ലാ അറേഞ്ച്മെന്റും, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതാണ് സെക്യൂരിറ്റി. ഇനി മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഹോസ്പിറ്റൽസിനകത്തുണ്ട്, ഇപ്പൊ പവറിന്റെ ആവട്ടെ, ഇലക്ട്രിസിറ്റിയുടെ, അതേപോലെ സിസ്റ്റത്തിന്റെ, അതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. മെയിൻ്റെനൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോർച്ചറി, അതൊക്കെ എല്ലാവർക്കും അറിയാതെയാണ്. ദെൻ നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഏത്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡയഗ്നോസിക്സ്. ഡയഗ്നോസിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, ഒരു അസുഖം കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഡയഗ്നോസിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ്, അതേപോലെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതും. ആ ടെസ്റ്റുകളൊക്കെ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് എവിടെയായിരിക്കും? അല്ലെങ്കിൽ ലാബിലായിരിക്കും, മെഡിക്കൽ ലാബിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്കാൻ ചെയ്യാനൊക്കെ എഴുതണേ, സ്കാനോ എക്സ്റേ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെതായ ഇതിലേക്കാണ് ചെയ്യാറ്. അപ്പൊ ഈ ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിന് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് എടുക്കുന്നുണ്ടാവില്ല. ആ ടെസ്റ്റ് ഒക്കെ എവിടെയാണ് ചെയ്യുന്നത്? ലാബോറട്ടറി ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. എവിടെയാണ്? ലാബുകളിൽ നമ്മൾ ഷോർട്ട് ആയിട്ട് എന്ത് പറയും? എപ്പോഴും ലാബിൽ പോകണമെന്നൊക്കെ പറയില്ലേ, ലബോറട്ടറി എന്ന് പറഞ്ഞ ലബോറട്ടറി. ദെൻ എക്സ്റേ, സ്കാൻ, MRI ഇതൊക്കെ ഇരിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫോർമേറ്റീവ്. നമുക്ക് ഒരുപാട് മെഡിക്കൽ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എല്ലാ പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടാവും. ഓരോ പേഷ്യൻസിനും ഓരോ റെക്കോർഡായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത്. ഈ റെക്കോർഡുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. ഈ പേഷ്യന്റ് അടുത്ത പ്രാവശ്യം കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഈ റെക്കോർഡ് ആവശ്യമുണ്ട്. അതേപോലെ ഫ്യൂച്ചർ റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ റെക്കോർഡ്സ് ഒക്കെ എവിടെ മെയിൻറ്റെയിൻ ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് എവിടെയാണ്? ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അല്ലെങ്കിൽ അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ റിസോഴ്സ്, അതേപോലെ തന്നെ IT, ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, IT ഇൻഫർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ റിസോഴ്സും IT. നമ്മൾ ആദ്യം അതിന് മുമ്പ് പറഞ്ഞത് ഡയഗ്നോസിക്സ് ആണ്. ഡയഗ്നോസിക്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലബോറട്ടറി ഓർ റേഡിയോളജി. ലബോറട്ടറിയാണ് നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്, ബ്ലഡ് ടെസ്റ്റ്, അതേപോലെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ആ ടെസ്റ്റുകളൊക്കെ എവിടെ നടക്കുന്നത്? ലബോറട്ടറിയിലാണ്. നമുക്കൊരു അസുഖം ഉണ്ടെന്ന് കണ്ടെത്തുന്നത് എവിടെയാണ്? ഈ ടെസ്റ്റിലൂടെയാണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് ലബോറട്ടറി. അതേപോലെ നമ്മ റേഡിയോളജിയുടെ എക്സാമ്പിൾസ് മാത്രം ഒന്ന് നോക്കുക. ഇപ്പൊ MRI എടുക്കണം, അല്ലെങ്കിൽ എക്സ്റേ എടുക്കണം. ഒരു കയ്യിലൊരു ഫ്രാക്ചർ ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണമെങ്കിൽ നമുക്ക് ഡോക്ടർ എന്ത് ചെയ്താറിച്ച്, അല്ലെങ്കിൽ കൈ വല്ലോട് തിരിച്ച്, അല്ലെങ്കിൽ നമുക്ക് തീരെ വയ്യാത്തൊരു രീതിയിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? എക്സ്റേ എടുക്കാനൊക്കെ തരും. അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് എക്സ്റേ, MRI, അതേപോലെ തന്നെ സ്കാൻ, ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. മെഡിക്കൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ള എന്താ പറയാ കുറച്ച് ഫയൽസും റെക്കോർഡ്സും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ്. നമ്മൾ എന്താ പഠിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ആ ഒരു ഏരിയയുടെ മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ്. ഈ ഹോസ്പിറ്റൽ പ്രോപ്പർ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ടാണോ പോകുന്നത്, കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് പോകണോ, അതൊക്കെ ഇവിടെ വരും, അഡ്മിനിസ്ട്രേറ്റീവിൽ വരും. ദെൻ ഫിനാൻസ്, ബില്ലിങ്, അതേപോലെ ഓരോ മെഡിസിൻസിന്റെ കാര്യങ്ങൾ, റേറ്റ്, അതേപോലെ സ്റ്റോക്ക്, എത്ര മെഡിസിൻസ് ഒക്കെ ഉണ്ട്, സ്റ്റോക്ക്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഇതെല്ലാം എന്തിൽ വരും? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. അതേപോലെ ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്തോരം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇതൊക്കെ എവിടെ വരുന്നത്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, ഒന്ന് നോക്കിയേ, ഇപ്പൊ എടുത്തില്ലേ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, അതൊന്ന് ഈ ഒരു ടേബിൾ ആണ്, എന്നാൽ പോലും
നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കുക. ഇന്നതാണ്. ഇപ്പൊ ഒ പി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. IP ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. CSSD എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ ഡയഗ്നോസിക്സ് ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ ഒന്ന് നോക്കി. ഇതൊന്ന് ഈ ഒരു ടേബിൾ ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ 5 മിനിറ്റ് തരാം. 11 മണിയാവുമ്പോ ഞാൻ ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ എന്നോട് ചോദിക്കാം കേട്ടോ. 5 മിനിറ്റ് തരും. ഒന്ന് വായിച്ചു നോക്കി. സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. കറക്റ്റ് ആണ് കേട്ടോ. ടൈപ്പ് ചെയ്യായിരുന്നു. കറക്റ്റ് ആയിട്ടാണ് ആസിക്കുന്നത്. ഓക്കെ, നോക്കി എല്ലാവരും വായിച്ചു നോക്കി. ഇൻഫർമേഷൻ ടെക്നോളജി കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ ആവശ്യമെങ്കിൽ നമ്മൾ എവിടെ വിളിക്കാറുണ്ട്, ഡിപ്പാർട്ട്മെന്റ് വിളിച്ച് ചോദിക്കും. നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ഇന്ത്യൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി കേട്ടോ. CSSD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യണ എന്താ പറയാ ഒരുപാട് ടൂൾസ് ഉണ്ട്. സിസേഴ്സ് അതേപോലെ അവരുടെ എന്താ പറയാ ടൂൾസുകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. എന്താ പറയാ അണുവിമുക്തമാക്കണം. കാരണം ഒരു പേഷ്യന്റ് യൂസ് ചെയ്ത അത് തന്നെ എടുത്ത് വേറൊരു പേഷ്യന്റ് യൂസ് ചെയ്യുമ്പോൾ അസുഖങ്ങൾ പകരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഒരു എന്ത് ചെയ്യണം, അത് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് സ്റ്റെറിലൈസ് ചെയ്യും. ഈ അണുക്കളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് ഹോസ്പിറ്റലിൽ ഒരുപാട് എന്തുണ്ട്, സ്റ്റാഫുകൾ ഉണ്ട്. ഈ സ്റ്റാഫുകളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, നല്ല പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. ഇപ്പൊ നമ്മള് MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, MBA ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. വ്യക്തികളുടെ മാനേജ്മെന്റ്. നമ്മളൊരു എന്താ പറയാ, ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡിഫറെന്റ് എന്താ പറയുക, ഓരോ വ്യക്തികളും ഡിഫറെന്റ് എന്താണ് നേച്ചർ, ക്യാരക്ടറാണ്. അപ്പൊ ആ വ്യക്തികൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ അകത്ത് ഉള്ള സ്റ്റാഫുകളാകട്ടെ, അവിടുത്തെ ഡോക്ടേഴ്സ്, നേഴ്സ്, ഇവരെല്ലാവരും എന്തിൽ പെടും, ഈ ഹ്യൂമൻ റിസോഴ്സിൽ പെടും. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ വർക്കിംഗ് എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പർ ആയിട്ട് പോകുള്ളൂ. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. OPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. CSSD സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ്. മുകളിൽ എഴുതിയിട്ടുണ്ട് സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ.
മെഡിക്കൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഡാറ്റാസ് ഒക്കെ ഇല്ലേ കേട്ടോ, മെഡിക്കൽ റിസോഴ്സ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഓപ്പറേഷന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്ത ഡയറ്റിന്റെ കാര്യങ്ങളൊക്കെ ഈ ഡയറ്റിക് അല്ലെങ്കിൽ ആൾക്കാരുടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്ത് നമ്മൾ ഹെൽത്ത് ആയിട്ട് റിലേറ്റ് ചെയ്യണത്, ഫുഡ്, അതേപോലെ എക്സസൈസ് എന്തൊക്കെ ചെയ്യണം, അതേപോലെ ന്യൂട്രീഷ്യൻസിന്റെ കാര്യങ്ങൾ, അതൊക്കെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ പ്രൊവൈഡ്, അതെല്ലാം ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്റിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് എന്നുള്ള രീതിയിൽ നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ്, ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെ വേണം, അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ തന്നെ ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിൽ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആരാണ് നോക്കുന്നത്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രോപ്പർ ആയിട്ടാണ് ഹോസ്പിറ്റലിലെ എല്ലാ വർക്കും പോണത്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പോണതിന് ആ ഒരു ഇതുണ്ടാവുമല്ലോ, പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മുടെ ഹോസ്പിറ്റൽ റൺ ചെയ്യണേ എന്നുള്ള കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യേണ്ട സർവീസുകൾ എന്തൊക്കെയാണ്, അവർ ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, ഇതെല്ലാം സ്പെസിഫൈ ചെയ്യുന്നത് എവിടെയാണ്, ഈ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് പറയണേട്ടാ. ഒന്ന് വായിച്ചു നോക്കിക്കോ, ഞാൻ ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടാ. ഓക്കെ, ഇനി ഡൗട്ട് ഒന്നും ഇല്ലാതെ ആർക്കും? ഇവിടുത്തെ പോർഷനിൽ ഡൗട്ട് ഒന്നും ഇല്ലാതെ മെസ്സേജസ് ഇല്ല. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. മാറ്റട്ടെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവേണ്ട. ആൻസർ അറിയണവര് പറഞ്ഞു മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി കേട്ടോ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഡാഷ് 3 2 3 ഓക്കെ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ ഫോളോയിങ് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്. എന്നിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓൾ ഓഫ് ദ എബോവ് ഉണ്ട്. ഏതെഴുതും? ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, നാലാമത്തത്. ഓക്കെ, ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ,
Medical department are classified into dash. Medical department are classified into dash. പേര് പറയാട്ടോ, നമ്പേഴ്സിനേക്കാളും OPD stands for OPD stands for OPD stands for outpatient department. Okay, outpatient department. OPD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ outpatient department. അടുത്ത ക്വസ്റ്റ്യൻ അറിയാലോ. IPV stands for IPV stands for inpatient department. IPV stands for inpatient department. Okay. Supporting departments are classified into dash. Supporting departments are classified into dash. 4 ആണ് എഴുതേണ്ടത്. 4. ഇനി which are they? Supporting department, which are the classifications of supporting department എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആ പേര് എഴുതാം. അങ്ങനെ ഫുൾ ആയിട്ട് ചോദിക്കാറില്ല, പേര് തന്നിട്ട് എന്താ പറയാ ഓൾ ഓഫ് ദ എബോ അങ്ങനെ കൊടുക്കാറ് പതിവ്. അപ്പൊ ആ പേരുകളൊന്നും എഴുതിക്കോ. ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? പാരാമെഡിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫർമേറ്റീവ്. ഓക്കെ ഓക്കെ എന്താ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. തെറാപ്പിക് ഡിപ്പാർട്ട്മെന്റ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഡാഷ് എന്നിട്ട് ഓക്കെ 3 ആണ്. എന്നിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയബറ്റിക്. ഓൾ ഓഫ് ദ എബോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് എഴുതും? ഓൾ ഓഫ് ദ എബോ എഴുതണം. CSST stands for CSST stands for CSST stands for Central Sterilized Department. Okay. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഏത് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വരുന്നത് പറയണം. ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റെനൻസ് ആർ comes under dash department. General department. General department. Okay. General department. Radiology comes under dash department. Radiology comes under dash department. Radiology. Diagnosis department classified into 2. Diagnosis department classified into 2. Okay. Laboratory and radiology. If I have a question, diagnostic department classified into dash A radiology, B laboratory. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് A and B. നാലാമത്തെ ഓപ്ഷൻ none of this എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏത് എഴുതും? A and B. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം കേട്ടോ. A and B. Okay. Informative departments are classified into dash. Name ആണ് മെഡിക്കൽ റിസോഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ പറയട്ടെ. മെഡിക്കൽ റിസോഴ്സ് ഉണ്ട്. then IT കൊടുത്തിട്ടുണ്ട്. A and B കൊടുത്തിട്ടുണ്ട്. none of this കൊടുത്തിട്ടുണ്ട്. A and B ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. Human resources comes under the following category of department. Human resource comes under the following category of department. Administrative. Administrative department classified into dash. 3. Numbers എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് പേര് കൊടുത്തിട്ടുണ്ടാവും. ഓൾ ഓഫ് ദ എബോവ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. നമ്മൾ എന്ത് ചെയ്യണം?
Physiotherapy comes under dash department. Physiotherapy comes under dash department. അങ്ങനെ ഉള്ളിനെടുത്ത് ചോദിച്ചാലും നിങ്ങൾ എഴുതാനായിട്ട് ഓക്കെ ആണല്ലോ അല്ലെ? സപ്പോർട്ട് സപ്പോർട്ട് ഓക്കെ. ഈ പോർഷനിൽ ഡൗട്ട് ഒന്നും ഇല്ലാതാ? ഇന്ന് സ്പീഡൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല എല്ലാവർക്കും. ഒരുപാട് സ്പീഡിലാണ് എടുക്കണത്. സ്പീഡൊന്നും കുഴപ്പമില്ലല്ലോ, ക്യാച്ച് ചെയ്യാൻ പറ്റണ്ടല്ലോ. സ്പീഡില്ലാന്നാണോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് വിചാരിക്കുക. ഓക്കെ. ഇനി നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരേണ്ടത്. എന്താണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു അതിനെ പറ്റില്ലായിരുന്നു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് and ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OP ഡിപ്പാർട്ട്മെന്റ്, IP ഡിപ്പാർട്ട്മെന്റ്. ഇനി എന്തൊക്കെ സർവീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓരോ പേഷ്യൻസ് എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാട്ട നമ്മുടെ ഏതാണ് ഇൻപേഷ്യന്റ് സർവീസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻപേഷ്യന്റ് സർവീസുകൾ. ഇൻപേഷ്യന്റ് സർവീസിൽ ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് പേഷ്യന്റ് റൂം. നമ്മുടെ ഹോസ്പിറ്റൽസിൽ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയുടെയോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഒന്നിൽ കൂടുതൽ ദിവസത്തേക്ക് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. കാരണം ഹോസ്പിറ്റലിനകത്ത് സ്റ്റേ ചെയ്യുന്ന വ്യക്തികളെയാണ് എന്ത് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം വരുന്നത് പേഷ്യന്റ് റൂമാണ്. പേഷ്യന്റ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റൽസുകളിൽ നമുക്ക് എന്ത് അവൈലബിൾ ആണ്? ഓരോ പേഷ്യൻസിനും ഓരോ റൂം അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നവർക്ക് റൂമുകൾ എടുക്കാനായിട്ട് പൈസ ഉള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? റൂമുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതാണ് പേഷ്യന്റ് റൂംസ് എന്ന് പറയുന്നത്. അതിൽ അത്യാവശ്യം ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ടാവും. പേഷ്യൻസിന് അത്യാവശ്യം ഒരു പ്രൈവസി ഒക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൈവസി ഒക്കെ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്തെടുക്കാൻ പറ്റും? പേഷ്യന്റ് റൂമുകൾ എടുക്കാൻ പറ്റും. ഇനി അത്രയും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മുടെ കയ്യിൽ അത്ര പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? പേഷ്യൻസിന്റെ വാർഡ്. നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി ദെൻ നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പ്രൈവസി വേണമെന്ന് പേഷ്യൻസിന്റെ ഇതിനനുസരിച്ച് കംഫർട്ടിനനുസരിച്ചാണ് ഓരോ ഹോസ്പിറ്റൽസും എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. സോ അപ്പൊ അവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസിന് പ്രൈവസി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ പേഷ്യൻസിന് റൂമുകൾ അവൈലബിൾ ആണ്. ഇൻഡിവിജ്വൽ റൂമുകൾ അവൈലബിൾ ആയിരിക്കും. ദെൻ അത്രയും ഫണ്ടൊന്നും ഇല്ല, സാധാരണ ട്രീറ്റ്മെന്റിന് വേണ്ടി അഡ്മിറ്റ് ആയി അത് കഴിയുമ്പോൾ പോകണം എന്നുള്ള ഒരു ഇതിലാണ് തന്നെയെങ്കിൽ നമുക്ക് പേഷ്യൻസിന് വാർഡുകൾ എന്ത് ചെയ്യാറുണ്ട്? പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വാർഡുകളാവുമ്പോ സാധാരണ ബെഡ്, അതേപോലെ ഇൻഡിവിജ്വൽ ബെഡ് ഉണ്ടാവും. പിന്നെ അവർക്ക് ആവശ്യമുള്ള എന്താ പറയാ സർവീസുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്? ഷോർട്ട് ഫോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് വെച്ചാൽ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU. അത്രയും ക്രിട്ടിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും എന്താ പറയാ റൂമിലേക്ക് എന്താ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിലേക്കും ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിൽ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ, എന്തെങ്കിലും ഓപ്പറേഷന്റെയോ സർജറിയുടെയോ ഭാഗമായിട്ടോ നമ്മള് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിന് അകത്ത് ഉണ്ടാവും. അപ്പൊ അവർക്ക് റിലേറ്റ് ചെയ്യാൻ സർവീസിലാണ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ അതുപോലെ സർജറിയുടെ ഭാഗമായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യും? ഓപ്പറേഷൻ തിയേറ്റർ പ്രൊവൈഡ് ചെയ്യും.
ദെൻ ലേബർ റൂംസ്, നമുക്കറിയാം ലേബർ റൂംസ് എന്താണ്, ഡെലിവറി ഒക്കെ എടുക്കണം ആ റൂമിനെയാണ് നമ്മൾ എന്ത് പറയാം, ലേബർ റൂം പറയാം. നോർമൽ ഡെലിവറി ഉള്ള റൂമാണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ ഡെലിവറി ആണ് ലേബർ റൂമിൽ നടത്തുന്നത്. ഇനി സി സെഷൻ അല്ലെങ്കിൽ സിസേറിയൻ ഡെലിവറി ഒക്കെ ആണെങ്കിൽ അത് എവിടെയാണ്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്, സോറി ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ഓപ്പറേഷൻ തിയേറ്ററിലാണ് അത് നടത്തുന്നത്. ഇനി മെറ്റേണിറ്റി വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടീനെയും അമ്മനെയും നോക്കണ ആ ഒരു വാർഡിനെയാണ് നമ്മൾ മെറ്റേണിറ്റി വാർഡ് പറയുന്നത്. എന്താണ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടിയും അമ്മയും നിൽക്കണ ആ വാർഡിനെയാണ് മെറ്റേണിറ്റി വാർഡ് പറയുന്നത്. ചില പേഷ്യൻസ് മെറ്റേണിറ്റി വാർഡിലായിരിക്കും, ചിലവർ എന്തായിരിക്കും, പേഷ്യൻസ് സെപ്പറേറ്റ് റൂം എടുത്തിട്ടായിരിക്കും ഡെലിവറി കഴിഞ്ഞിട്ട് നേരെ സെപ്പറേറ്റ് റൂമിലേക്ക് ആയിരിക്കും പോകുന്നത്. ഇൻപേഷ്യൻ സർവീസുകളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. എന്തൊക്കെയാണ് ഇൻപേഷ്യൻ സർവീസുകൾ പറഞ്ഞത്, പേഷ്യന്റ് റൂം, പേഷ്യന്റ് വാർഡ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU. ICU സ്റ്റാൻഡ്സ് ഫോർ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അതുപോലെ സ്പെല്ലിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിന്റെ ഒക്കെ സ്പെല്ലിങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കണം. ദെൻ പറഞ്ഞതാണ് ഓപ്പറേഷൻ തിയേറ്റർ. നമുക്ക് എന്തെങ്കിലും എന്താ പറയാ സർജിക്കൽ ഭാഗമായിട്ട് നമുക്ക് എന്താ പറയാ ഓപ്പറേഷൻസ് ഒക്കെ നടത്തണം. ആ ഒരു തിയേറ്ററാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ സി സെഷന്റെ കാര്യം പറഞ്ഞു, സിസേറിയൻ സെഷൻ എവിടെയാണ് നടക്കുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിലാണ് നടത്തുന്നത്. ദെൻ ലേബർ റൂം ആണ് നോർമൽ ഡെലിവറീസ്, അതേപോലെ ഡെലിവറിക്ക് മുമ്പുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ റൂമാണ്. ദെൻ മെറ്റേണിറ്റി വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മയും കുട്ടിയും നിൽക്കുന്ന ആ റൂമിനെയാണ് എന്ത് പറയുന്നത്, മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണോ ഈ പറഞ്ഞ കാര്യം? ഇൻപേഷ്യൻ സർവീസ് നമ്മൾ ഹോസ്പിറ്റലിനകത്ത് സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് ഇൻപേഷ്യൻ സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഔട്ട് പേഷ്യൻ സർവീസ്. ജസ്റ്റ് ഫോർ കൺസൾട്ടേഷന് വേണ്ടിയായിരിക്കും വരുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കൺസൾട്ടേഷന് വേണ്ടി മാത്രമായിരിക്കും ഔട്ട് പേഷ്യൻ നമ്മുടെ പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. അവരെന്ത് തരത്തിലുള്ള അഡ്മിഷൻ ഒന്നും എടുക്കൂല, ആ ട്രീറ്റ്മെന്റ് സീക്ക് ചെയ്യും. ദെൻ ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ല തോന്നുന്നുണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലും സർജറിയുടെയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സി സെഷൻ അങ്ങനെ എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടായിരിക്കും, ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചായിരിക്കും. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ജസ്റ്റ് ആ പേരൊന്ന് പറഞ്ഞു പോയിരുന്നുള്ളൂ കേട്ടോ. അതേപോലെ അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് സർജറീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും, അത് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. നമ്മളിപ്പോ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞതാണ് ഔട്ട് പേഷ്യൻ സർവീസ് ആണ് പറഞ്ഞത്. ഔട്ട് പേഷ്യൻ സർവീസ് എന്ന് പറയുമ്പോ ഫോർ കൺസൾട്ടേഷന് വേണ്ടി മാത്രമായിട്ടും ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് ആരും വരുന്നത്, പേഷ്യൻസ് വരുന്നത് ജസ്റ്റ് ഫോർ കൺസൾട്ടേഷൻ. കൺസൾട്ട് ചെയ്യും, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നോക്കും, അത് കണ്ടുപിടിക്കും. അവരെന്ത് ചെയ്യും, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകും. അവരുടെ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർ വരുന്നത് ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് അവരുടെ ആ ഒരു ഹോസ്പിറ്റൽസിന്റെ ഉള്ളിലുള്ള സ്റ്റേ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു ഡേ അതിക്ക് വിട്ടു പോവില്ല. ചിലപ്പോൾ ഫുൾ ഹാഫ് ഡേ ആയിരിക്കും, ഫുൾ ഡേ ആയിരിക്കും. അവരെടുക്കുന്ന ആ ഒരു രീതി അനുസരിച്ച് ട്രീറ്റ്മെന്റ് ഏതാണോ അവൈലബിൾ അതാണ് നോക്കിയിട്ടായിരിക്കും വരുന്നത്. കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, പോകും, ഹോസ്പിറ്റലിൽ വിട്ടു പോകും. ഇതാണ് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? In this department, people comes to the hospitals only for consultation and not for admission. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്? ആൾക്കാർ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ്. എന്തിനല്ല, അഡ്മിഷന് വേണ്ടിയിട്ടല്ല, നോട്ട് അഡ്മിഷൻ. ഓക്കെ, ഇനി the patient seek the medical advice from a medication for them to take care of certain period of time. ചിലപ്പോ ഒരു പീരീഡ്, ചിലപ്പോ 7 ദിവസത്തേക്ക് ആയിരിക്കും അവർ എന്ത് ചെയ്യണത്, മെഡിക്കേഷൻ എടുക്കണത്. നമുക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ ചെറിയ ചെറിയ ഡിസീസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, കൺസൾട്ട് ചെയ്യുന്നത്. ആ അസുഖത്തിന് ആ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പീരീഡ് വരെയായിരിക്കും നമ്മൾ മെഡിസിൻസും എടുക്കുന്നത്. Our patients are then asked to come back for follow up ചെയ്യാനായിട്ട് പറയും. ഇപ്പൊ ചിലപ്പോൾ മെഡിസിൻസ് ചെയ്തു, ഒരു 5 ദിവസത്തേക്ക് മെഡിസിൻസ് ചെയ്തു, ദെൻ മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരണം എന്ന് നമ്മളോട് പറയാറുണ്ട്. ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് വരുമ്പോൾ നമ്മളോട് പറയണ ഒരു ഇതാണ്, ഇനി കുറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളോട് വരാൻ പറയും.
ചിലപ്പോൾ കുട്ടികളൊക്കെ ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ പാരസിറ്റമോളാണ് എഴുതുന്നത്, അല്ലെങ്കിൽ മരുന്ന് എഴുതുമല്ലോ, മരുന്ന് എഴുതിട്ട് പറയും ബ്ലഡ് ടെസ്റ്റ്. ഇനി ഇത് കുറഞ്ഞില്ലെങ്കിൽ, ഫീവർ കുറഞ്ഞില്ലെങ്കിൽ, 3 ദിവസത്തിനുള്ളിൽ ഫീവർ കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം വരാൻ. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറയും കേട്ടോ. ഓക്കെ, ആരാണ് നഴ്സിംഗ്? ഒരാളുടെ ഡൗട്ട് മെറ്റേണിറ്റി വാർഡ് എന്താണെന്നുള്ള ഡൗട്ടാണ്. ഇപ്പൊ നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമല്ലോ, അപ്പൊ നമ്മളെ അഡ്മിറ്റ് ആക്കണ ആ ഒരു വാർഡിനെ മെറ്റേണിറ്റി വാർഡിനാ പറയുന്നത്. അതേപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മയും കൊച്ചിനെയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് എന്താ പറയാ കൊണ്ടുവന്ന് കിടക്കുന്ന വാർഡ് മെറ്റേണിറ്റി വാർഡിനാണ് നമ്മൾ പറയാറ്. ഡൗട്ട് ഉണ്ടോ? അതേപോലെ ചില പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പൊ അത്യാവശ്യം കാശൊക്കെ ഉള്ള അല്ലെങ്കിൽ ഫണ്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മെറ്റേണിറ്റി വാർഡിൽ കിടക്കാറില്ല. എവിടെയായിരിക്കും പേഷ്യൻസ് റൂമിൽ, സെപ്പറേറ്റ് റൂമിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാവും. നമ്മളൊക്കെ പോവാണെങ്കിൽ എന്താ പറയാ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലേബർ വാർഡെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമ്മള് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ പേരുകളുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മിസ്, മെറ്റേണിറ്റി വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന വാർഡാണ്, എന്താ പറയാ ഓപ്പറേഷൻ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അവിടെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അടുത്തുനിന്നൊന്നും കാണാനൊന്നും പറ്റില്ല, കുറച്ച് ദൂരെ ആയിരിക്കും. അത് അവരെന്തെങ്കിലും നമ്മൾ ഓർപ്പിച്ചത് ചിലപ്പോൾ പേര് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിക്കാനായിട്ട് പോകും. ലേബർ റൂം ഒക്കെ കണ്ടതിന് ഇന്നതാണ് അവിടെ ഉള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. മെറ്റേണിറ്റി വാർഡ് കുഴപ്പമില്ല. ഡെലിവറിക്ക് മുമ്പ് ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മയും കുട്ടിയും സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പേഷ്യന്റ് അഡ്മിഷൻ എടുത്ത് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമ്മളപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ജസ്റ്റ് ക്ലിയർ ആണ്? ഓക്കെ, ജസ്റ്റ് എന്താണ്, ഒരു ദിവസത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരാം, ട്രീറ്റ്മെന്റ് എടുക്കുക, കൺസൾട്ടേഷൻ എടുക്കുക, ഹോസ്പിറ്റലിൽ വിട്ട് പോവുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോളോ അപ്പ് ചെക്കപ്പ് ആയിട്ടൊക്കെ വരും. പേഷ്യന്റ് ട്രീറ്റ്മെന്റ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഓൺലി എ ഡേ. അവരുടെ ആ ട്രീറ്റ്മെന്റ് എത്ര ദിവസത്തേക്കാണ് സ്റ്റേ ഉള്ളത്? 1 day ആണ്. 1 dayക്ക് വേണ്ടി മാത്രമായിട്ട് ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യണത്, പേഷ്യൻസ് അഡ്മിറ്റ് ആവണത്. Then outpatient department run for a specific time during the day. ഈ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളിപ്പോ കൺസൾട്ടേഷന് ചെല്ലുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, പീഡിയാട്രിക്കിന്റെ ഒക്കെ ആണെങ്കിൽ എന്താ പറയാ, ഒരു 10 to 11, ചിലപ്പോൾ 1 hour ആയിരിക്കും, ചിലപ്പോൾ 2 hour ആയിരിക്കും. ഇത്രയും അവറെ എന്തുണ്ടാവും ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ OP ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുള്ളൂ. OP ഡിപ്പാർട്ട്മെന്റ് അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്നത് കാഷ്വാലിറ്റിയിലാണ് കാണിക്കുക. നമ്മളൊരു ദിവസത്തിൽ ഇത്ര ടൈം, ചിലപ്പോൾ മോർണിംഗ് സെഷന് മാത്രമേ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വർക്കിംഗ് ആയിരിക്കുള്ളൂ. അപ്പൊ ആ ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺ ഫോർ എ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഒരു ദിവസത്തിൽ ഒരു പർട്ടിക്കുലർ ടൈം മാത്രമേ എന്താവുള്ളൂ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര അവറിലേക്ക് വന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് അവര് സ്ഥിരമായിട്ട് ആ ഹോസ്പിറ്റലിൽ നിൽക്കില്ല. ആ പറഞ്ഞ പർട്ടിക്കുലർ പീരീഡ്, ആ പർട്ടിക്കുലർ ടൈമിൽ 2 hours ആയിരിക്കാം അല്ലെങ്കിൽ 3 hours ആയിരിക്കും. ആ പർട്ടിക്കുലർ ടൈമിലായിരിക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഡോക്ടേഴ്സ് അവൈലബിലിറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും, കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യണത്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വരുന്നത്. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പീപ്പിൾസ് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് വരുന്നത്. ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞ എനിക്ക് അവരെന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിൽ വിട്ട് ആ ദിവസം തന്നെ അവര് ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് പോകും. ഓൺലി ഫോർ 1 day. ലാസ്റ്റ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് ഓഫ് എന്താ പറയാ, ആ ഒരു സർവീസ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമെന്ന് വെച്ചാല് ഒരു ദിവസം കൂടുതൽ അവരെന്ത് ചെയ്യില്ല, ഹോസ്പിറ്റലിനകത്ത് സ്റ്റേ ചെയ്യൂല. ദെൻ കാരണം പേഷ്യൻസ് എന്ത് സീറ്റ് ചെയ്യണത്, മെഡിറ്റേഷൻ സീറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ ഡേയ്സ് ഇത്രയും ദിവസത്തേക്കാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യാൻ പറയാം, അവരോട് ഫോളോ അപ്പ് ചെയ്യണം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറിയില്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യണം പറഞ്ഞു. പിന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് ടൈമിലായിരിക്കും എന്ത് ചെയ്യണത്, സ്റ്റക്ക് ആവുണ്ടാവും.
ബാക്കി എല്ലാവർക്കും പ്രശ്നമുണ്ട് സ്റ്റക്ക് ആവണ? ഇല്ല. നോക്കട്ടെ. ഇനിയിപ്പോ പറയുമ്പോ സ്റ്റക്ക് ആവണ്ടെങ്കിൽ ഒന്ന് പറയണോ കേട്ടാ. ഇടയ്ക്ക് ആവണ്ടല്ലേ, നോക്കട്ടെ കേട്ടാ. നോക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ട് എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ടൈം തയ്യാറായി എന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ കേട്ടാ. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ 1 ഡേക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് വന്നത് ഹോസ്പിറ്റൽസിൽ 1 ദിവസത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്യില്ല. പിന്നെ ഈ കൺസൾട്ടേഷൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യണത് എത്ര സമയത്ത് സ്പെസിഫിക് ടൈമിലായിരിക്കും ഒരു സ്പെസിഫിക് ടൈം, ആ ടൈമിൽ മാത്രമാണ് എന്ത് ചെയ്യണത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യണത്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും ഇവിടെ എന്താവണത് അവൈലബിൾ ആവണത്. റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നത് കേട്ടോ. ഇപ്പോഴും ഞാൻ പറയണത് ക്ലിയർ ആവണില്ലേ? സ്റ്റക്കാണ് ഇപ്പോഴും. ഇതൊക്കെയല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കാരണം സ്റ്റക്ക് ആവണതിന്റെ പ്രശ്നം വന്നിട്ടുണ്ട്, ടൈമും കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇന്ന് എടുത്ത പോർഷൻ ഇത്രയും എടുത്തത്. അപ്പൊ സ്റ്റക്ക് ആയി തുടങ്ങി എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടല്ലേ. ഇൻപേഷ്യന്റ് സർവീസ് വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇൻപേഷ്യന്റ് സർവീസ് വരെ ക്ലിയർ ആണോ? ഇനി ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇൻപേഷ്യന്റ് സർവീസ് വരെ ഒന്ന് നോക്കാം. എല്ലാവരും അത് പഠിച്ചിട്ട് വരാം. മോളിലത്തെ ആ ഡിപ്പാർട്ട്മെന്റ്സും അതിന്റെ ക്ലാസിഫിക്കേഷൻസും നല്ല രീതിയിൽ പഠിക്കാം. മെയിൻ ആയിട്ട് തന്നെ മോളിലത്തെ ഈ ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫിക്കേഷൻസ് ആയിരിക്കും ഇന്ന് മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുല്ലോ. ഇതിപ്പോ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഇൻപേഷ്യൻസിനെ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ല, അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ സ്റ്റക്ക് ആവുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക് യു.